കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ കാണാൻ പ്രധാനമന്ത്രി നാളെ ഹിമാചൽ പ്രദേശും പഞ്ചാബും സന്ദർശിക്കും. ദുരിതബാധിത കുടുംബങ്ങളെ കാണും. നാശനഷ്ടങ്ങൾ വിലയിരുത്തി ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പിന്നീട് ചർച്ച നടത്തുകയും ചെയ്യും. ബംഗാൾ ഫയൽ സിനിമയ്ക്ക് ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത വിലക്കിനെ തുടർന്ന് രാഷ്ട്രപതിയുടെ സഹായം അഭ്യർത്ഥിച്ച് നിർമ്മാതാവ് പല്ലവി ജോഷി. മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഉപദ്രവിക്കുന്നതായാണ് പരാതി. തിയേറ്റർ ഉടമകളെ തൃണമൂൽ കോൺഗ്രസ് ഭീഷണിപ്പെടുത്തിയതായും നിർമ്മാതാവ് അഭിപ്രായപ്പെട്ടു. ഭരണഘടനാപരമായ തന്റെ അവകാശം സംരക്ഷിക്കാൻ ഇടപെടണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, നേരത്തെ തന്നെ ഇതിൻ്റെ സംവിധായകന് എതിരെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു പശ്ചിമബംഗാളിലെ പല പോലീസ് സ്റ്റേഷനുകളിൽ. പിന്നീട് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തി ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തിയേറ്ററുകൾ വിട്ടുകൊടുക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും സിനിമയുടെ നിർമ്മാതാവ് ഇപ്പോൾ രാഷ്ട്രപതിയെ തന്നെ സമീപിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ ശ്രീകാന്ത്? അനിൽ നമ്പ്യാർ, ഈ വിഭജന സമയത്ത് വിഭജനത്തിന് തൊട്ടു മുൻപ് ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന് പറയുന്ന ആ ഒരു ദിവസവും അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലും നടന്ന ബംഗാളിലുടനീളം നടന്ന വിശേഷ നവഖാലിയുടെ അടക്കം നടന്ന ഹിന്ദു വിരുദ്ധ കലാപം, ഹിന്ദു കൂട്ടക്കൊലയുടെ കഥ പറയുന്ന ചിത്രമാണ് ബംഗാൾ ഫയൽസ്. അതുമുതൽ ഇന്നത്തെ ഈ കാലഘട്ടം വരെ ബംഗാളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു കൂട്ടക്കൊലയുടെ, ഹിന്ദു വംശഹത്യയുടെ കഥ പറയുന്ന ചിത്രം അത് റിലീസ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നിലവിലിപ്പോൾ മമതാ ബാനർജി സർക്കാരും അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും അണികളും ഒക്കെ തന്നെ. ഇത് ഏതെങ്കിലും തരത്തിൽ ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടുള്ളതല്ല, അപ്രഖ്യാപിത വിലക്ക് അവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്.